ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു വക്രൻ നൈറ്റി കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. കണ്ടോളൂ. തുണി 4 മടക്കിയിട്ട് ഇറക്കം 46 ഇഞ്ച് അടയാളപ്പെടുത്തി, എന്നിട്ടത് വരച്ചിട്ടു കേട്ടോ. അതിൻ്റെ ഈ തേരുഭാഗത്തായിട്ട് നമ്മൾ 5.5 ഇഞ്ച് കൈ വയ്ക്കാനുള്ള ചെരിഞ്ഞ ഭാഗം വരച്ചിട്ടു. ഫോൾഡ് വരത്ത് ഇറക്കത്തിൽ നിന്ന് 1 ഇഞ്ച് എടുത്ത് ചെരിച്ച് വരച്ചിട്ടു. ഇനി നമുക്കത് കട്ട് ചെയ്ത് വയ്ക്കാം. അടിഭാഗം കട്ട് ചെയ്യൽ കഴിഞ്ഞു കേട്ടോ. ഇത് മാറ്റി വയ്ക്കാം നമുക്ക്. എന്നിട്ട് വേണം ഇനി സ്ലീവ് വെട്ടാം. സ്ലീവിൻ്റെ ഇറക്കം നമുക്ക് 9 ഇഞ്ചാണ്, വണ്ണം 10 ഇഞ്ച് വരച്ചിട്ടു. നമുക്ക് കൈക്കുഴി 4 ഇഞ്ച് എടുത്ത് വരയ്ക്കാം. പിന്നെ ഒരു 4 ഇഞ്ച് എടുത്ത് കുഴിച്ച് വരയ്ക്കാം കേട്ടോ. 4 ഇഞ്ച് എടുത്ത് കുറച്ച് കൂടി കുഴിയാക്കി വരച്ചെടുക്കാം. കണ്ട, ഈ രൂപത്തിൽ വരയ്ക്കണം. ആദ്യത്തെ വര വേണ്ട. ഇനി നമുക്ക് കൈത്തുമ്പ് വണ്ണം ആദ്യത്തെ വര നമ്മൾ കളഞ്ഞു. രണ്ടാമത്തെ വരയാണ് വേണ്ടത്. 8 ഇഞ്ച് കൈത്തുമ്പ് വണ്ണം എടുത്തു കട്ട് ചെയ്യാം. ഇങ്ങനെയാണ് കൈ കറക്റ്റായിട്ട് വരയ്ക്കേണ്ടത്. ഇനി നമുക്ക് ബാക്ക് ഭാഗം വരയ്ക്കാം. ബാക്ക് യോക്ക് ഭാഗം 10 ഇഞ്ചാണ് ഇറക്കം, അത് മാർക്ക് ചെയ്തിട്ടു. വണ്ണം 8.5 ഇഞ്ചാണ് അതിന് കാണുന്നത്. 8.5 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടു. ഇനി കഴുത്തകലം 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇറക്കം 4 ഇഞ്ച്, അതിൽ കർവ് വരയ്ക്കുക. ഷോൾഡർ 4.5, അപ്പോൾ 7 ഇഞ്ചാണ് ഫുൾ ഷോൾഡർ. 7 ഇഞ്ചിൽ നിന്ന് ഒരു 7 ഇഞ്ച് കൈക്കുഴിയിലേക്ക് ചെരിച്ച് വരച്ചു നമ്മുടെ വണ്ണത്തിലേക്ക്. ബാക്കിയുള്ള ഭാഗം നമ്മളിങ്ങനെ ചെറിയൊരു കർവാക്കി കട്ട് ചെയ്ത് കളയാം. ഈ കട്ട് ചെയ്യാം കേട്ടോ. കഴുത്തിൻ്റെ കർവ് വരച്ചു, ഷോൾഡറും കട്ട് ചെയ്തു, ബാക്ക് ഭാഗം റെഡി. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അത് ഇറക്കം തന്നെ ആയിരിക്കണം നമ്മൾ ഫ്രണ്ട് ഭാഗം വെട്ടണത്. ബാക്ക്, ഫ്രണ്ട്. ഇനി നമുക്ക് സൈഡ് ഭാഗമാണ് വെട്ടാനുള്ളത്. ഇറക്കം തന്നെ വേണ്ടി വരും. അപ്പോൾ ഒരു 9 ഇഞ്ചാണ് ഇറക്കെടുക്കുന്നത്. 9 ഇഞ്ചിൽ വരച്ചിട്ടു. ഈ 4.5 ഇഞ്ച് അതിൻ്റെ വീതി ഭാഗം എടുക്കണം. സൈഡ് ഭാഗമാണ് നമ്മൾ വെട്ടാൻ ഉദ്ദേശിക്കുന്നത്. സൈഡിൽ 2 പീസ്. നൈറ്റിക്ക് 3 പീസാണല്ലോ. 4.5 എടുത്തു. ഇനി ഒരു 1/2 ഇഞ്ച് ചുവടെ നമുക്ക് ചെരിച്ച് വരയ്ക്കണം. 5.5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കെടുത്തിട്ട് അതിൽ നിന്ന് ചെരിച്ച് വരച്ചു. കണ്ടു, അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഈ കൈക്കുഴിയുടെ ഭാഗം നമുക്ക് 7 ഇഞ്ചാണുള്ളത്. ആ 7 ഇഞ്ച് അടയാളപ്പെടുത്തി അതിലേക്ക് അടിയിൽ നിന്ന് ചെരിച്ച് വരയ്ക്കുക. എന്താ, അതും കട്ട് ചെയ്ത് വെച്ചു. 2 പീസാണ് ഇതുള്ളത്. 4 പീസ് വേണം നമുക്ക് കേട്ടോ. ഇനി സെൻട്രൽ വെക്കുന്ന പീസാണ് വേണ്ടത്. സെൻട്രൽ പീസിൻ്റെ നീളം 9 ഇഞ്ചാണ്. 4 ഇഞ്ച് വീതിയിൽ 2 പീസ് തുണി മുറിക്കുക. അതിനെ കട്ട് ചെയ്തെടുത്ത് 2ആയി മടക്കിയിടുക. എന്നിട്ട് കഴുത്തകലം 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുക. അടിയിൽ നിന്നും 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ 1 ഇഞ്ചിൽ നിന്ന് ഈ 1 ഇഞ്ചിലേക്ക് വരച്ചു. ഇനി കഴുത്തകലം
തീന്ന് ഒരു ഇഞ്ച് എടുത്ത് കർവ് വരച്ചു. സൈഡ് അടിയിലും ഒരു ഇഞ്ച് എടുത്ത് കർവ് വരച്ചു. കഴുത്തും വെട്ടി. ഇതാണ് നൈറ്റിയുടെ യോക്ക് ഭാഗം.